VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, അങ്ങ് ശ്രദ്ധിച്ചു കാണും ഈ എലോഹിം വർഷിപ്പ് സെന്ററിൽ നടന്ന അതിക്രൂരമായ മർദ്ദനമുറകളെക്കുറിച്ച്, അതിക്രൂരമായ കടന്നുകയറ്റങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് ശ്രദ്ധിച്ചു കാണും. അവിടെ ഉണ്ടായ BJPയുടെ പ്രതിഷേധം ശ്രദ്ധിച്ചു കാണും. എന്തായാലും ഇപ്പോൾ ചില വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ജനം TV അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഹൈന്ദവർക്ക് നേരെയാണ് അവരുടെ ഒളിയമ്പല്ല, വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നത് ഹിന്ദു ദേവത കുടുംബം കലക്കി എന്നാണ്. അതായത് ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഗുണ്ടകളുണ്ട്. അതായത് ഞങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വൈകിട്ടാകുമ്പോൾ സുവിശേഷവുമായി ഇറങ്ങുകയാണ് എന്ന് പാസ്റ്റർ കെ തോമസ് തന്നെ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ 2-3 വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? വലിയൊരു സാമൂഹ്യ വിപത്തായി മാറുകയാണ് ഇവർ. അതെ, തീർച്ചയായിട്ടും സമാധാനത്തിന്റെ കുഞ്ഞാടുകള് ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്നുള്ള പ്രസംഗം ഞാനും കേട്ടു. ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ ഭദ്രകാളി കുടുംബം കലക്കിയാണ് എന്നൊക്കെ പറയാനുള്ള ധൈര്യം ഈ ബിനു പാത്താമുട്ടത്തിനുണ്ടായത് ഈ നാട്ടിലെ ഹിന്ദുക്കൾ സമാധാനപ്രിയരായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്താനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും ബിനു എന്ന് പറയുന്ന ഈ കള്ളനായിട്ടുള്ള പാസ്റ്റർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അയാളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബിസിനസ്സാണ്. ഹിന്ദു ആരാധനാമൂർത്തികളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ, മോശമാക്കുകയാണെങ്കിൽ ഈ വിദേശത്തു നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്നത്. അതിന് ഇവർ സുവിശേഷം എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ വിനിയോഗിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറയുന്നതൊക്കെ എന്നോ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. ഇന്നും ഓരോ കുടുംബത്തിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് കൂടോത്രം കൊണ്ടാണ്, മന്ത്രവാദം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഈ ചില വീക്ക്നെസ്സുകളെ മുതലെടുക്കുകയാണ് ഈ ബിനുവിന്റെ കൂട്ടുള്ള പാസ്റ്റർമാര്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുതലെടുപ്പിന് ഉത്തരേന്ത്യ ചെല്ലുമ്പോഴാണ് ചിലതൊക്കെ മേടിച്ചു കൂട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ജയിലിൽ പോകുന്ന ഈ വിഭാഗക്കാര്. അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്ര ധൈര്യത്തോടു കൂടി ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. ശുദ്ധ തോന്നിയവാസമാണ് ഇയാളൊക്കെ കാണിക്കുന്നത്. ഇയാളുടെയൊക്കെ അതുപോലെ തന്നെ ഇവരുടെ ആ ഈ സുവിശേഷവൽക്കരണ സ്ഥലത്ത് കേരളത്തിലെ മുൻ മന്ത്രിയായ സജി ചെറിയാന്, ഈ രമ്യ ഹരിദാസ്, ജിനീഷ് കുമാർ, അരുൺകുമാർ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും പോയി കുമ്പിട്ട് നിൽക്കുകയല്ലേ. ഇടതിനും വലതിനും ഒക്കെ ഇവരുടെ മുമ്പിൽ പോയി സുവിശേഷം പറയാനും സാക്ഷ്യം പറയാനും ചെല്ലുന്നതിന്റെ ധൈര്യം പോലീസുണ്ട്. പിണറായി ഇയാളുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് കേരള പോലീസ് ഒന്നും ചെയ്യില്ല തുടങ്ങിയ അഹങ്കാരമാണ് അടുത്ത ഒരു പ്രസംഗത്തിൽ കാണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്തനംതിട്ട CIയെ വിളിപ്പിച്ചു എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. അത്രമാത്രം ശുദ്ധ തോന്നിയവാസമാണ് ഇവർ കാണിക്കുന്നത്. ഇതിന് ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ ഇത് ആൾക്കാരൊക്കെ ഉത്തരേന്ത്യയിൽ കൈകാര്യം ചെയ്യുമ്പോൾ കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത്ര നിഷ്ഠൂരവും നീചവുമായ രീതിയിലാണ് ഇവരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.